ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ജോലി ചെയ്യുന്ന വീട്ടിലെ നമ്മുടെ കൃഷ്ണയെ പോലെ അതേപോലുള്ളൊരു കുട്ടിയുണ്ടോ? കൃഷ്ണയെ പോലുള്ളൊരു കുട്ടിയോ? ഇല്ല. സിത്താര മാഡത്തിന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് അടുത്ത് പോയിട്ടുണ്ട്, പക്ഷേ മുഖം കണ്ടിട്ടില്ല. എന്താ ഗോപാലേട്ടാ? നീ ഒരു കാര്യം ചെയ്യ്, എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ അടുത്തൊന്ന് പോകും, എന്നിട്ടേ ആ കുട്ടി കൃഷ്ണയെ പോലെയാണ് ഇരിക്കുന്നതെന്ന് നോക്ക്. എന്തൊക്കെയാ ഗോപാലേട്ടൻ നീ പറയുന്നേ? അതിന്റെയൊക്കെ കാര്യം എന്താ? സുനന്ദേ, നീ ഞാൻ പറയുന്ന ഒന്ന് ചെയ്യ്. കാര്യമുള്ളത് കൊണ്ടല്ലേ. എനിക്ക് തോന്നുന്നതേ കൃഷ്ണമോളുടെ അതേ രൂപത്തിൽ തന്നെയാണ് സിത്താര മാഡത്തിന്റെ മകളും. വെയിലത്ത് നടന്ന് വട്ടായി പോയതാണോ? എവിടെന്നാ ഇപ്പൊ ഇതൊക്കെ കണ്ടുപിടിച്ചത്? സുനന്ദേ, ഞാൻ ഈ മതിലിന്റെ പുറത്തുണ്ട്. ആ കുട്ടി ഇവിടെ വരും വരെ ഞാൻ ആ വണ്ടിയുടെ പുറകിലുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ഇപ്പൊ ചെന്ന് അവര് തമ്മിൽ സാമ്യം ഉണ്ടോ നോക്ക്. ശരി, ഞാൻ നോക്കാം. ഇനിയിപ്പൊ അതറിയാണ്ട് കിടന്ന ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു ദിവസങ്ങളായിട്ട് നിന്റെ ഡ്രസ്സിംഗ് സെൻസ് വരെ മാറിപ്പോയിട്ടുണ്ട്. എന്തുപറ്റി? കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ആകെ ചുളുങ്ങി മോശമായി. മുൻപായിരുന്നെങ്കിൽ നീ ഇങ്ങനൊന്നും നടക്കില്ലായിരുന്നല്ലോ. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോയതല്ലേ മമ്മി. അവളുമാര് വന്നാ പിന്നെ അറിയാലോ മമ്മിക്ക് എന്തൊക്കെയായിരിക്കും ബഹളന്ന്. എന്താ നോക്കി നിൽക്കുന്നേ? കൊടുക്ക്. മാഡം, ജ്യൂസ്. കൃഷ്ണ, എന്തിങ്ങനെ അമ്പരന്ന് നിക്കുന്നേ? ജ്യൂസ് താ. എന്താ പേര്? സുനന്ദ. എങ്ങനെയുണ്ട് മോളെ സുനന്ദ? ഇഷ്ടായോ? കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമുണ്ടെങ്കില് ടെർമിനേറ്റ് ചെയ്യാൻ മമ്മിയോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഹലോ, എന്തുപറ്റി? ഒന്നുമില്ല മാഡം. മമ്മി ഒന്ന് വന്നേ. ആ